ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈവൺ ഒരു 100 റുപ്പീസ് നിങ്ങളെ കയ്യിലുള്ളെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതും, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി, അതായത് ഹൈ റിട്ടേൺ തരുന്ന, അതല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി കൂടെ ഞാൻ എൻഡ് ഓഫ് ദിസ് വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഹസിൻ. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനും, അതല്ലെങ്കിൽ കൂടുതൽ ഹൈ ഇൻകം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ലൈഫ് എക്സ്പീരിയൻസിന്റെ ബേസിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ കൺസിഡർ സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു ഡിസ്ക്ലൈമർ കൂടെ പറയട്ടെ. ഈ വീഡിയോ ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ ഒന്നും തന്നെയല്ല. ഇത് പ്യുവർലി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ 2 സുഹൃത്തുക്കളുടെ എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഈ 2 സുഹൃത്തുക്കളുടെ കയ്യിലും 1000 രൂപയുണ്ട് എന്ന് വിചാരിക്കും. ഒരു സുഹൃത്തിന്റെ പേര് മിഥുനാണ്, ഒരു സുഹൃത്തിന്റെ പേര് അമീറാണ്. അപ്പോൾ ഈ 2 പേരും വിചാരിക്കുന്നു, അതിൽ ഈ മിഥുൻ എന്ന സുഹൃത്ത് പറയാണ്, ഞാൻ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, കാരണം റിസ്ക് ആണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള 1000 രൂപ നഷ്ടപ്പെട്ടാലോ, എനിക്ക് ആ പേടിയുണ്ട്, അതുകൊണ്ട് ഞാനത് ബാങ്കിലിടുന്നു. ബാങ്കിൽ കിടക്കട്ടെ, ഞാൻ സേവ് ചെയ്തിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ നെക്സ്റ്റ് അമീർ പറയാണ്, എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്, ആ 1000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടുന്ന ഒരു മേഖല ഏതാണോ അതിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇവർ 2 പേരും എന്ത് ചെയ്തു? 2 തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ അമീറും മിഥുനും തമ്മിൽ കണ്ടുമുട്ടിയ സമയത്ത് മിഥുന്റെ കയ്യിൽ സ്റ്റിൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് ആ എമൗണ്ട് കയ്യിലുണ്ട്. അന്ന് 1000 രൂപയാണ് മിഥുൻ ഇൻവെസ്റ്റ് ചെയ്തത്. എന്നാൽ അമീർ അതിലൊരു ഗ്രോത്ത് കിട്ടുന്ന ഒരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അമീർ നല്ലൊരു ഗ്രോത്ത് 1000 രൂപയെക്കാളും കൂടുതൽ കിട്ടുകയും ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു 5000 രൂപ കിട്ടി എന്നും കൂടെ വിചാരിക്കുക. ഇനി തിരിച്ചു വരാം നമുക്ക്. മിഥുൻ അന്ന് 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് മിഥുന് 3 ബാഗ് മേടിക്കാനുള്ള പണം ഉണ്ടായിരുന്നു അത് എന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ ആണ്. പക്ഷെ ഇന്ന് ആ 1000 രൂപയ്ക്ക് മിഥുന് ഒരു ബാഗ് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. അതായത് പണത്തിന്റെ പർച്ചേസ് വാല്യൂ, അതായത് പർച്ചേസ് മൂല്യം കുറയുകയും, അതിന് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയും അല്ലെ. അപ്പോൾ നമ്മൾ കയ്യിൽ എത്രത്തോളം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് ഓരോ ഇയർ കഴിയുമ്പോഴും അതിന്റെ വാല്യൂ കുറഞ്ഞു വരും. ഇനി നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ബേസിക്കലി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിന്നാണ് പറയുന്നത്. അതായത് ഹൈ റിട്ടേൺ കിട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള മെത്തേഡ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് മെത്തേഡുകൾ മാർക്കറ്റിലുണ്ട്. ഈവൻ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഫോറക്സ്, ക്രിപ്റ്റോ, അതല്ലെങ്കിൽ മറ്റു ഒരു ബോൺസ്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് തീരാത്തത്ര ഇൻവെസ്റ്റ്മെന്റ് ഏരിയ അല്ലെങ്കിൽ അസറ്റ് ക്ലാസ്സുകൾ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്. കമ്പനികൾ അവരുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുകയും ആ ലിസ്റ്റ് ചെയ്തത് പബ്ലിക്കിന് മേടിക്കാൻ പറ്റുന്നുള്ള ഒരു മാർക്കറ്റാണ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഏത് കമ്പനീസും ലിസ്റ്റഡ് ചെയ്ത കമ്പനീസിന്റെ ഷെയർ നമുക്ക് മേടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ആ ഷെയർ നമ്മൾ മേടിക്കുകയും ആ ഷെയർ നമ്മൾ ഫ്യൂച്ചർ അതിന്റെ കമ്പനിയുടെ ഗ്രോത്ത് അനുസരിച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോൾ വിറ്റ് മാറുകയും അതല്ലെങ്കിൽ സ്റ്റിൽ ഹോൾഡ് ചെയ്യുക, അതല്ലെങ്കിൽ കീപ്പ് ചെയ്യുകയും ചെയ്യാം. എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ്? ഇത്രയും അസറ്റ് ക്ലാസ്സുകൾ ഉണ്ടായ സമയത്ത് ഞാൻ എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനൊരു മേജർ ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതിന് കാരണം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റിട്ടേൺ ആണ്. ഞാൻ പറയുന്നത് ഇൻട്രാഡേയോ അതല്ലെങ്കിൽ ഹൈ ലിവറേജ് എടുത്തിട്ടുള്ള ട്രേഡിങ്ങിനെ കുറിച്ചോ അല്ല. ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ്, ഒരു പെർട്ടിക്കുലർ ടൈമിൽ സ്റ്റോക്കിന് മേടിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ വിറ്റ് മാറുക എന്നുള്ള മെത്തേഡാണ്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ്. തീർച്ചയായിട്ടും ഫ്യൂച്ചർ വീഡിയോസിൽ എൻ്റെ P&L റിപ്പോർട്ട്സും ഗ്രോത്തും എത്ര പെർസെൻറ്റേജ് ഞാൻ പൈസ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വർക്കിന്റെ കൂടെ നമുക്ക് എങ്ങനെയെല്ലാം അത് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം നമുക്ക് ഫ്യൂച്ചറിൽ വീഡിയോ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അല്ലെങ്കിൽ എക്കണോമി എപ്പോഴും എന്താണ്, ഒരു ഗ്രോ സ്റ്റേജിലാണല്ലോ. അപ്പോൾ ആ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു റിട്ടേൺ നമുക്ക് ഇയർലി അല്ലെങ്കിൽ നമുക്കത് കൂടെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പാസ്റ്റ് ഇയേഴ്സ് ഡാറ്റ എല്ലാം പറയുന്നത്. സ്റ്റിൽ ഞാൻ പറയുകയാണ്, ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ഈവൻ ചില മാസങ്ങളിൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ ലോസ് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഹോപ്പ്ഫുള്ളി നിങ്ങൾ നല്ല സ്റ്റോക്സ് അതല്ലെങ്കിൽ നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഈവൻ ഒരു 100 രൂപ പോലും നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് SIP ചെയ്യാൻ പറ്റും സ്റ്റോക്സിൽ. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. മ്യൂച്വൽ ഫണ്ട്സിൽ എല്ലാവർക്കും ഇതൊരു സുപരിചിതമായ ഒരു വേർഡായിരിക്കും SIP എന്നുള്ളത്. ബട്ട് സ്റ്റോക്സിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റോക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കുറച്ച് ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ SIP ചെയ്യാൻ പറ്റും. മന്ത്ലി, ഈവൻ വീക്ക്ലി, ഈവൻ ഡെയിലി പോലും നമുക്ക് ചെറിയ എമൗണ്ട് ഇടാൻ പറ്റും. അപ്പോൾ ചെറിയ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ 100 രൂപയ്ക്ക് നിങ്ങൾ മേടിക്കുന്ന ഒരു സ്റ്റോക്ക്
നാളെ അത് വന്ന് 90 രൂപയായി. അപ്പൊ നാളെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ 100 രൂപയ്ക്ക് നിങ്ങൾ മേടിച്ചു, 90 രൂപയ്ക്ക് മേടിച്ചു അല്ലെ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സെൻട്രൽ ഒരു ആവറേജ് പ്രൈസിലേക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടിലായിരിക്കും നിങ്ങളുടെ ആവറേജ് പ്രൈസ് കിടക്കുക. അപ്പോൾ മുകളിലേക്ക് പോകും തോറും അല്ലെങ്കിൽ താഴേക്ക് പോകും തോറും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇതൊരു റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സ്റ്റോക്സിനകത്ത് SIP ചെയ്യുക എന്നുള്ളത് കമ്പാരിറ്റീവ്ലി മ്യൂച്വൽ ഫണ്ടിനേക്കാളും എക്സ്ട്രാ എന്തൊരു ഗ്രോത്ത് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഒന്നും അറിയാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. നമുക്കറിയാം നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 50 കമ്പനികൾ, അതായത് ടോപ്പ് 50 കമ്പനികളുടെ ഒരു ആവറേജ് ഇൻഡെക്സ് ആണ് നിഫ്റ്റി. ഈ നിഫ്റ്റി 50യിലുള്ള ബെസ്റ്റ് സ്റ്റോക്സിന് എടുക്കുക. എവരി ഡിപ്പിൽ ദ സെൻസ് മാർക്കറ്റ് എപ്പോൾ നെഗറ്റീവ് ആകുന്നോ അല്ലെങ്കിൽ എപ്പോൾ ഒരു 2% ബിലോ വരുന്നോ ആ സ്റ്റോക്സിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഞാനീ പറയുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ സക്സസ്ഫുൾ ആയ ഒരു മെത്തേഡും കൂടി ആയതുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് 2 തരം വേ ഉണ്ടെന്ന് വിചാരിക്കുക, വഴികൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നൊരു ഫാസ്റ്റ് ലൈൻ വേ ആണ്, ഓക്കെ. സെക്കൻഡ് ലൈൻ ഒരു സ്ലോ ലൈനാണ്, അതായത് 2 റൂട്ടിൽ 2 ലൈൻ ഉണ്ട്. ഒന്ന് സ്പീഡിൽ പോകുന്ന വാഹനങ്ങളും ഒന്ന് പതിയെ പോകുന്നത്. ഈ സ്ലോ ലൈൻസിൽ ഒരു മ്യൂച്വൽ ഫണ്ടും അതല്ലെങ്കിൽ അത്തരം ഫണ്ടുകളും മറ്റു കാര്യങ്ങളെല്ലാം. ഈ ഫാസ്റ്റ് ലൈനിൽ എപ്പോഴും സ്റ്റോക്സ് ഉണ്ട്, അതല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ലൈൻസിൽ എപ്പോഴും എന്തുണ്ട്, സ്വിംഗ് ട്രേഡിങ് അതല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രേഡിങ് ആക്ടിവിറ്റീസ് എല്ലാം വരുന്നുണ്ട്. ബട്ട് റിസ്ക് ഉണ്ട്, പക്ഷെ ആ റിസ്കിനെ പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് വേണം എല്ലാ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് ലൈൻ ടെസ്റ്റ് ചെയ്ത ഒരാൾ, അതായത് അത്തരത്തിലൊരു ഫാസ്റ്റ് മൂവിങ് ഗ്രോത്തിലേക്ക് മാറിയ ഒരാൾ ഒരിക്കലും സ്ലോ ലൈനിലേക്ക് പെട്ടെന്ന് ചാടില്ല. സ്ലോ ലൈൻ എപ്പോഴും ഒരു സേഫ്റ്റി മെത്തേഡ് എന്നുള്ള രീതിയിൽ കുറച്ച് ഫണ്ട് എന്ത് ചെയ്യും, മാറ്റി ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യും. ബട്ട് മാസ്റ്റർ ഇൻ വൺ എന്ന് പറഞ്ഞു, അതായത് മാസ്റ്റർ ചെയ്യുന്നത് എവിടെയായിരിക്കും, ബെസ്റ്റ് ആൻഡ് ഹൈ ഗ്രോത്ത് ഉള്ള ഒരു ഏരിയയിലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ആണ് തുടർന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപാട് വാല്യൂ കിട്ടുന്ന ഒരു ചാനലായിരിക്കും തീർച്ചയായിട്ടും ഇത് എന്നുള്ളത് എൻ്റെ ഉറപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.